ഒരു പ്ലോട്ടിൻ്റെ ഷേപ്പ് എന്താണോ അതിനെ അങ്ങനെ തന്നെ നിലനിർത്തിക്കൊണ്ട് കൃത്യമായ ഡിസൈനിങ്ങോടുകൂടിയും എന്നാൽ ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമായി പണി കഴിപ്പിച്ച ഒരു മനോഹരമായ വീടിൻ്റെ കാഴ്ചകളാണ് പെർഫെക്റ്റ് ഹോംസിൻ്റെ ഈ എപ്പിസോഡിൽ. വെൽക്കം ടു പെർഫെക്റ്റ് ഹോംസ്. തിരുവനന്തപുരം ജില്ലയിൽ നരുവാമൂട് എന്ന സ്ഥലത്ത് സുമയ്യയുടെ മനോഹരമായ ഹയ എന്ന വീട്. 4 സെൻറ് സ്ഥലത്ത് 1500 സ്ക്വയർ ഫീറ്റിൽ ഒരു കണ്ടംപററി ശൈലിയിലാണ് ഈ വീട് പണി കഴിപ്പിച്ചിരിക്കുന്നത്. സൈറ്റിൻ്റെ വീതി ചെറുതായതുകൊണ്ട് തന്നെ 2 സൈഡിലേക്കും ഓപ്പൺ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഫുള്ളി ഗേറ്റ് ആയിട്ടാണ് ഈ ഒരു ഫ്രണ്ട് ഏരിയ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. മെറ്റൽ പെർഫറേറ്റഡ് ഷീറ്റും അതുപോലെ വുഡൻ ഡിസൈൻസും ഒക്കെ വരുന്ന രീതിയിലാണ് 2 സൈഡിലേക്കും സ്ലൈഡ് ചെയ്ത് മാറ്റാൻ പറ്റുന്ന രീതിയിൽ ഗേറ്റ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. പുറത്തെ ഈ ഒരു ഏരിയയുടെ ഫ്ലോറിങ്ങിനായിട്ട് ഇൻ്റർലോക്കും അതുപോലെ ആർട്ടിഫിഷ്യൽ ഗ്രാസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഒരു ഫുള്ളി കണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ എലിവേഷൻ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പ്ലോട്ടിൻ്റെ വിഡ്ത്ത് ചെറുതായതുകൊണ്ട് തന്നെ ഈ വീടിൻ്റെ എലിവേഷനും ചെറിയ മിനിമം വിഡ്ത്തേ ഇവിടെ കൊടുത്തിട്ടുള്ളൂ. പക്ഷേ ആ ഒരു മിനിമം വിഡ്ത്തിൻ്റെ ഒരു കുറവും വരുത്താത്ത രീതിയിൽ വളരെ മനോഹരമായ ഒരു കണ്ടംപററി സ്റ്റൈലിലാണ് ഈ വീടിൻ്റെ എലിവേഷൻ കൊടുത്തിരിക്കുന്നത്. മെയിൻ ഹൈലൈറ്റ്സ് ആയിട്ട് വരുന്നത് സ്റ്റോൺ ക്ലാഡിങ്ങും അതുപോലെ ടെക്സ്ചർ പെയിൻറ്റിൻ്റെ ഫിനിഷസുമാണ്. മെയിൻ ഡോർ കയറി വരുമ്പോൾ റൈറ്റ് സൈഡിലായിട്ടാണ് ഈ വീടിൻ്റെ ലിവിങ് ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. വളരെ ലക്ഷൂറിയസ് ആയിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടുത്തെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് തന്നെ ഇവിടുത്തെ സീലിംഗ് ഡിസൈനാണ്. മുകളിലേക്ക് ആക്സസ് ചെയ്യാനായിട്ടുള്ള സ്റ്റെയറും ഈ ഒരു ഏരിയയിലാണ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഒരു ഡബിൾ ഹൈറ്റ് വാള്യൂം ഈ ഒരു ഏരിയയിലുണ്ട്. അങ്ങനെ 2 ലെയേഴ്സ് ഓഫ് സീലിംഗ് ആണ് ഈ ഒരു സ്പേസിലുള്ളത്. ഡബിൾ ഹൈറ്റിൽ മുകളിലായിട്ട് ഒരു ജോമെട്രിക് പാറ്റേണിൽ 2 വുഡൻ ഷെയ്ഡ്സ് വരുന്ന ഒരു ഫോൾ സീലിംഗും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. സീറ്റിങ്ങിനായിട്ട് ഗ്രേ ആൻഡ് ഗ്രീൻ കോമ്പിനേഷനിലെ എൽ ഷേപ്പ് സീറ്റിംഗ് ആണ് ഫർണിച്ചറായിട്ട് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. വീട്ടിലെ ലിവിങ് ഏരിയയും ഡൈനിങ് ഏരിയയും സെപ്പറേറ്റ് ചെയ്യുന്ന പാർട്ടീഷനിലാണ് TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു TV യൂണിറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് ഒരു മൾട്ടി വുഡിലെ ലാമിനേറ്റ് ഫിനിഷിലാണ് ചെയ്തെടുത്തിട്ടുള്ളത്. 2 ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് ഓഫ് വുഡും അതുപോലെ മാർബിൾ പ്രിൻറ്റും വരുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ക്യൂരിയോസ് ഷോക്കേസ് ചെയ്യാനായിട്ടുള്ള ഡെക്കോർ ഷെൽഫും അതുപോലെ തന്നെ സ്റ്റോറേജിനായിട്ട് ഇവിടെ ഒരു ചെറിയൊരു യൂണിറ്റും ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു TV യൂണിറ്റിന് മറ്റൊരു പ്രത്യേകത കൂടെ ഉണ്ട്. അതായത് ലിവിങ് ഏരിയയിൽ നിന്നും ഡൈനിങ് ഏരിയയിൽ നിന്നും കാണാൻ പറ്റുന്ന രീതിയിൽ റൊട്ടേറ്റബിൾ ആയിട്ടാണ് ഈ ഒരു യൂണിറ്റ് ഇവിടെ സെറ്റ് ചെയ്തിട്ടുള്ളത്. ലിവിങ് ഏരിയയിൽ നിന്നും നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഡൈനിങ് ഏരിയയിലാണ്. വളരെ കോമ്പാക്റ്റ് ആയിട്ടാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. 5 പേർക്ക് ഇരിക്കാൻ പറ്റുന്ന രീതിയിൽ ഒരു ലീഫ് ഷേപ്പിൽ വരുന്ന ഒരു ഡൈനിങ് ടേബിളും അതിനോട് മാച്ചിങ് ആയ വുഡൻ ചെയർസുമാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഈ ഒരു ഡൈനിങ് ഏരിയയ്ക്ക് ബാക്ക് ഡ്രോപ്പ് ആയിട്ട് വരുന്നത് നേരത്തെ നമ്മൾ കണ്ട ആ ഒരു പാർട്ടിഷൻ്റെ ബാക്ക് സൈഡാണ്. വേണമെങ്കിൽ ഇത് റൊട്ടേറ്റ് ചെയ്ത് ഇവിടെ നിന്ന് TVയും കാണുന്ന രീതിയിലാണ് ഇത് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഈ വീട്ടിലെ ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയയിൽ മറ്റൊരു ഹൈലൈറ്റ് ആയിട്ട് വരുന്നത് ഇവിടുത്തെ ഫോൾ സീലിംഗ് ഡിസൈനാണ്. ജോമെട്രിക് പാറ്റേൺസിൽ വൈറ്റ് ആൻഡ് വുഡൻ എലിമെൻറ്റ്സ് വരുന്ന രീതിയിലാണ് ഇവിടുത്തെ ഫോൾ സീലിംഗ് ഡിസൈൻ ചെയ്തിട്ടുള്ളത്. ലൈറ്റിങ്ങിനായിട്ട് സ്പോട്ട് ലൈറ്റ്സും അതുപോലെ സ്ട്രിപ്പ് ലൈറ്റ്സും ഈ ഒരു ഫോൾ സീലിംഗിന് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡൈനിങ് ഏരിയയിൽ തന്നെ ഈ ലിവിങ് പാർട്ടീഷനോട് അടുത്തായിട്ട് ഒരു കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു വാഷ് ഏരിയയും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്.
ഡൈനിങ്ങിനോട് ചേർന്ന് കിച്ചണിലേക്ക് ഒരു വ്യൂ കിട്ടുന്ന രീതിയിൽ കോമ്പാക്റ്റ് ആയിട്ടുള്ള ഒരു ബ്രേക്ക്ഫാസ്റ്റ് കൗണ്ടർ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മൾട്ടിവുഡും ലാമിനേറ്റുമാണ് ഇതിന് യൂസ് ചെയ്തിരിക്കുന്നത്. ഒരു അക്വേറിയം കൂടെ ഇൻകോർപ്പറേറ്റ് ചെയ്യുന്ന രീതിയിലാണ് ഈ ഒരു ഡിസൈൻ ഇവിടെ ചെയ്തിട്ടുള്ളത്. ഈ ഒരു ലിവിങ് ആൻഡ് ഡൈനിങ് ഏരിയയിൽ ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത് മാർബിൾ ടെക്സ്ചേഴ്സ് വരുന്ന ടൈൽസ് ആണ്. ഡൈനിങ് ഏരിയയിൽ നിന്നും ഒരു ഗ്ലാസ് ഡോർ വഴി നമ്മളിപ്പോൾ എത്തി നിൽക്കുന്നത് ഒരു പാറ്റിയോ സ്പേസിലാണ്. നിറച്ച് ലാൻഡ്സ്കേപ്പും അതുപോലെ പെബിൾസും ഒക്കെ വരുന്ന രീതിയിലാണ് ഈ ഒരു ഏരിയ സെറ്റ് ചെയ്തിരിക്കുന്നത്. ചെറിയൊരു സീറ്റിംഗ് സ്പേസും ഈ ഒരു ഏരിയയിൽ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിന് നോക്കുകയാണെങ്കിൽ പല ടൈപ്സ് ഓഫ് ടൈൽസിൻ്റെയും അതുപോലെ പെബിൾസിൻ്റെയും ഒരു കോമ്പിനേഷനാണ് ഫ്ലോറിങ്ങിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. ഹയ എന്ന ഈ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വീടിൻ്റെ ഓണേഴ്സായ മിസ്സസ് സുമയും ഫാമിലിയാണ് ഇപ്പോൾ നമ്മളോടൊപ്പം ഉള്ളത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ. വീട് വെക്കണം എന്നുള്ളൊരു ഐഡിയ ആയിട്ട് ഡിസൈനറിൻ്റെ അടുത്ത് ആദ്യം എത്തിയപ്പോഴത്തേക്കും എന്തായിരുന്നു ഒരു മെയിൻ റിക്വയർമെൻ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ടായിരുന്നത്? അതായത് നമ്മുടെ വസ്തു എന്ന് വെച്ച് കഴിഞ്ഞാൽ വീതി വളരെ കുറവായിരുന്നു. ഏകദേശം ഫ്രണ്ട് നോക്കുമ്പോൾ 7 മീറ്റർ കഷ്ടിയുണ്ടുള്ളൂ. ബാക്കിലോട്ട് ചെല്ലുന്തോറും വീതി കൂടി വരുന്നതായിരുന്നു. അപ്പോൾ ആ വസ്തുവിന് ഓൾറെഡി ഒരു ചരിവുമുണ്ട് ബാക്കിലോട്ട് പോകുമ്പോഴത്തേക്ക്. അപ്പോൾ ഇതിലെന്ന് വെച്ച് കഴിഞ്ഞാൽ 7 മീറ്ററിൽ വിടേണ്ട 2 ഭാഗത്തും വിടേണ്ട ഇത് കഴിഞ്ഞിട്ട് അല്ലേ വേണമല്ലോ വീട് വരുന്നത്. അപ്പോൾ നമുക്കത് ഒരു ബുള്ളറ്റ് ട്രെയിൻ പോലെയൊക്കെ തോന്നും. അങ്ങനെ പാടില്ല. ഒരു എലിവേഷനിൽ അങ്ങനത്തെ ഒരു തോന്നൽ, ഒരു ടിനി ഹൗസിൻ്റെ ഒരു ഫീൽ ഉണ്ടാവാണ്ടൊക്കെ ചെയ്യണം എന്നൊക്കെയായിരുന്നു നമ്മുടെ ഒരു ചിന്ത. അപ്പോൾ ഈ വസ്തുവിൽ അതെങ്ങനെ നടപ്പിലാക്കും എന്നുള്ളതായിരുന്നു ബിൽഡറിൻ്റെ അടുത്ത് നമ്മൾ ഫസ്റ്റ് കൊടുത്തൊരു ചാലഞ്ച്. അതായിരുന്നു വീതി കുറവെന്ന് മെൻഷൻ ചെയ്തിരുന്നല്ലോ. അപ്പോൾ വീട് ഫുള്ള് കംപ്ലീറ്റ് ആയപ്പോൾ ആ ഒരു വീതി കുറവെന്നുള്ളൊരു ഫീലിംഗ് ഇപ്പോൾ തോന്നുന്നുണ്ടോ? ഇല്ല, അത് അങ്ങനത്തെ ഒരു നമ്മുടെ ആ ഒരു കൺസേൺ എല്ലാം മാറുന്ന രീതിയിലായിരുന്നു കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. കൺസ്ട്രക്ഷൻ്റെ തുടക്കത്തിൽ തന്നെ നമ്മൾ അത് ചെയ്തപ്പോഴത്തേക്ക് നമുക്കത് മനസ്സിലായി, നമ്മൾ ആ ഒരു വീതി കുറവ് അറിയുന്നില്ല എന്നുള്ളത്. ഇപ്പോൾ ഒരു ചെറിയൊരു പാസേജ് വന്നതുപോലും അവർ വളരെ നല്ല രീതിയിലാണ് അത് ടൈല് വർക്ക് ചെയ്തിട്ടും ആ ഒരു ഇടനാഴി എന്നൊരു ഫീല് വരാണ്ട് അത് മേളിലായിരുന്നാലും താഴെയായിരുന്നാലും ആ വസ്തു ഉള്ളത് കൊണ്ട് അങ്ങനെ ഒരു പാസേജ് വരുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് ഒത്തിരി ഫീൽ ആവാണ്ട് അത് അവരുടെ കൺസ്ട്രക്ഷനിലും അവരുടെ പ്ലാനിങ്ങിലും അവർ ചെയ്തു. ഇവിടെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഡിസൈനിങ് സ്റ്റേജിൽ എന്തെങ്കിലും ആസ്പെക്ട്സ് ഫോക്കസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നോ? ഓക്കെ, അതിൽ നല്ല രീതിയിൽ, അതായത് ഒത്തിരി നമ്മൾ കാശ് ഇൻറ്റീരിയറിന് വേണ്ടി ചിലവാക്കാണ്ടും പക്ഷേ വളരെ നല്ല രീതിയിലും ഇൻറ്റീരിയർ ചെയ്യണമെന്ന് ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പോൾ അതും നമ്മൾ ഈ കൺസ്ട്രക്ഷൻ വീടിൻ്റെ പണി മൊത്തം തീർന്നതിന് ശേഷമാണ് അതിനെക്കുറിച്ചുള്ള സംസാരം നമ്മൾ ഡിസ്കഷൻ നടന്നത് തന്നെ. അപ്പോൾ അതിൽ കിച്ചണ് 3 റൂമിലും വാർഡ്രോബ് വേണമെന്നുണ്ടായിരുന്നു. പിന്നെ ഒരു പാർട്ടീഷൻ, അങ്ങനെയുള്ളത് സീലിങ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് അവർ തന്നെ ഒരു പ്ലാൻ ചെയ്ത് അവർ കുറച്ച് ഫോട്ടോസും കാര്യങ്ങളും നമ്മുടെ വീടിനനുസരിച്ച് ചെയ്ത് തന്നായിരുന്നു. അപ്പോൾ ആ ഒരു ഇതിലാണ് അതിൽ മുന്നോട്ട് പോയത്. ഈ വീടിൻ്റെ പേര് ഭയങ്കര യുണീക്കാണ്. അപ്പോൾ അതിനെന്തെങ്കിലും ഒരു സ്റ്റോറി ഉണ്ടോ? അതായത് മകൻ്റെ പേര് ഫർഹാൻ എന്നാണ്. അപ്പം എൻ്റെ പേര് സുമയ എന്നാണ്. അപ്പോൾ മോൻ്റെ പേരിലെ ഹായും എൻ്റെ പേരിലെ യായും ചേർന്നിട്ടാണ് ഹയ എന്നായത്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണല്ലോ ഈ ഒരു ഫുൾ കൺസ്ട്രക്ഷൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ടോട്ടൽ എല്ലാം കംപ്ലീറ്റ് ആയപ്പോൾ എത്രയിലാണ് നിന്നത്?
അത് ഈ വീട് കംപ്ലീറ്റ് ചെയ്ത് പോയി നമ്മൾ ഈ എമൗണ്ട് പറയുമ്പോഴത്തേക്കും എല്ലാവർക്കും ഒരു അതിശയമാണ് ഈ എമൗണ്ടിലാണോ കംപ്ലീറ്റ് ആയത് എന്നുള്ളത്. നമുക്ക് ഇൻറ്റീരിയറും കൺസ്ട്രക്ഷനും then ഇൻ്റർലോക്കും അതുപോലെ ഗേറ്റും കോമ്പൗണ്ട് വാളും എല്ലാം കൂടിയിട്ട് 40 ലക്ഷമാണ് ആയത്. വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു വീട് തന്നെയാണ് ഹയ. ഞാൻ ബാക്കി റൂംസൊക്കെ ഒന്ന് കാണട്ടെ. താങ്ക് യു സോ മച്ച്. ഇതാണ് ഈ വീട്ടിലെ കിച്ചൺ സ്പേസ്. ഫുള്ളി അലുമിനിയത്തിലാണ് ഈ ഒരു കിച്ചൺ സ്പേസ് സെറ്റ് ചെയ്തിട്ടുള്ളത്. ഇവിടെ കൗണ്ടർ ടോപ്പിന് യൂസ് ചെയ്തിരിക്കുന്നത് നാനോ വൈറ്റ് ആണ്. ഒരു വൈറ്റ് ആൻഡ് ഡാർക്ക് ബീജ് ടോൺസിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഈ ഒരു കിച്ചൺ സ്പേസിനായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. എഫിഷ്യൻ്റായ ചില ആക്സസറീസ് എല്ലാം ഈ ഒരു കിച്ചൺ സ്പേസിൽ അവർ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഫ്ലോറിങ്ങിൽ വുഡൻ പാറ്റേൺസിൻ്റെ ടെക്സ്ചേഴ്സ് വരുന്ന രീതിയിലുള്ള ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലെ എല്ലാ ക്യാബിനറ്റ്സും ആക്സസ് ചെയ്യാനായിട്ട് പ്രൊഫൈൽ ഹാൻഡിൽസ് ആണ് പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ ഈ ഒരു കുക്കിംഗ് സ്പേസിൽ നിന്നും പുറത്തെ പാസേജ് ഏരിയയിലേക്ക് നോക്കാനായിട്ട് ഇവിടെ ഒരു കട്ട് ഔട്ട് സ്പേസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് മെയിൻ ഡോറിൽ നിന്ന് നേരെ കാണുന്ന ഈ ഒരു ഡിസൈനർ പാസേജ് തന്നെയാണ്. ഈ ഒരു പാസേജിൻ്റെ ഫ്ലോറിംഗ് നോക്കുകയാണെങ്കിൽ തന്നെ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. വുഡൻ ടെക്സ്ചറും അതുപോലെ മാർബിളിൻ്റെ പാറ്റേണും സ്ട്രൈപ്സ് രീതിയിലാണ് ഇവിടെ ലേ ചെയ്തിരിക്കുന്നത്. പുറത്തെ പാറ്റിയോയിലേക്കും അതുപോലെ എക്സ്റ്റീരിയറിലേക്കും കാണാൻ പറ്റുന്ന രീതിയിൽ സ്ലിപ്പ് വിൻഡോസും ഈ ഒരു സൈഡിലായിട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു പാസേജ് വഴിയാണ് ബെഡ്റൂമിലേക്കുള്ള ആക്സസും. ഈ ഒരു മെയിൻ ആക്സെൻറ്റ് വാളിന് ഒരു വാൾപേപ്പർ ഫിനിഷാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ വീടിൻ്റെ മാസ്റ്റർ ബെഡ്റൂമിലാണ്. വളരെ കോമ്പാക്റ്റ് ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടാണ് ഈ ഒരു സ്പേസ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ് സ്പേസും അതുപോലെ സ്റ്റോറേജിനായിട്ട് ഒരു 3 ഷട്ടർ വാർഡ്രോബും ഈ ഒരു സ്പേസിൽ കൊടുത്തിട്ടുണ്ട്. ബെഡിൻ്റെ ബാക്ക്ഗ്രൗണ്ട് വാളിൽ ക്യൂരിയോസ് എല്ലാം ഷോക്കേസ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു ഡെക്കോർ ഷെൽഫും അതുപോലെ തന്നെ ടെക്സ്ചർ പെയിൻറ്റുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. മാസ്റ്റർ ബെഡ്റൂമിൽ സ്റ്റോറേജിനായിട്ട് ഒരു 3 ഷട്ടർ വാർഡ്രോബ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. അലുമിനിയത്തിലാണ് ഈ ഒരു വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. മാർബിൾ ആൻഡ് ഡാർക്ക് ഷെയ്ഡ് ഓഫ് വുഡാണ് ഇതിൻ്റെ ഷട്ടേഴ്സിൽ കൊടുത്തിരിക്കുന്ന ഒരു ഡിസൈൻ. ഈ വീടിൻ്റെ ഡിസൈനേഴ്സായ ഹാംബ്രിക് ബിൽഡേഴ്സിൻ്റെ ഫൗണ്ടേഴ്സുമായ മിസ്റ്റർ അജ്മലും മിസ്റ്റർ നിയാസുമാണ് ഇപ്പോൾ നമ്മുടെ കൂടെ ഉള്ളത്. നമുക്ക് കൂടുതൽ വിശേഷങ്ങൾ ചോദിച്ചറിയാം. ഹലോ. ഈ വീടിൻ്റെ പ്ലോട്ടിൻ്റെ ഒരു ഷേപ്പ് കുറച്ച് വ്യത്യസ്തമാണല്ലോ. അപ്പോൾ ഈ വീടിൻ്റെ ഡിസൈനിങ് എങ്ങനെയാണ് അപ്രോച്ച് ചെയ്തത്? നമ്മളെ ക്ലൈൻറ്റ് ആദ്യം വന്ന് മീറ്റ് ചെയ്യുമ്പം ഇത് ഫുൾ നീളത്തിലായിരുന്നു. ഇതിൻ്റെ ബാക്കിലത്തെ 2 ഇപ്പോൾ കാണുന്ന വീടുകളും അപ്പോൾ ഇല്ല. ഇതിൻ്റെ തൊട്ട് ബാക്കിലെ വീട് നമ്മളാണ് ചെയ്തത്. അപ്പം ഈ ചുറ്റുവട്ടമുള്ള ആൾക്കാരൊക്കെ ഈ ഇത്രയും ലോങ് പ്ലോട്ടിൽ ഒരു വീട് പോലും പോസിബിൾ അല്ല എന്ന് പറഞ്ഞ് കിടന്ന ഒരു സ്ഥലമാണ്. അപ്പം സ്ഥലം വാങ്ങിക്കുന്നതിന് മുമ്പ് തന്നെ ക്ലൈൻറ്റ് നമ്മളെ കണ്ട് ഒപ്പീനിയൻ ചോദിച്ചിട്ട് നമ്മൾ പറ്റുമെന്ന് പറഞ്ഞതിന് ശേഷമാണ്. അപ്പം ഒരു മദറും അവരുടെ 2 മക്കളുമായിട്ടാണ് 3 വീട് വരുന്നത്. നമ്മൾ ഓക്കെ പറഞ്ഞതിന് ശേഷമാണ് ചെയ്യുന്നത്. നമ്മൾ ആദ്യമേ പ്രോപ്പർലി പ്ലാൻ ചെയ്ത് ഓരോരുത്തരുടെയും റിക്വയർമെൻറ്റ് ഫുൾഫിൽ ആവുമെന്ന് ഉറപ്പ് പറഞ്ഞതിന് ശേഷം തന്നെയാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ളൊരു സൈറ്റിൽ എക്സിക്യൂഷൻ ടൈമിൽ എന്തെങ്കിലുമൊക്കെ ചാലഞ്ചസോ കൺസ്ട്രെയിൻസോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നോ? ഈ കുറച്ച് ചെറുതായതുകൊണ്ട് സൈഡിൽ നിന്നൊക്കെ ഉള്ളവരുടെ കുറച്ച് പ്രശ്നങ്ങൾ, ഇപ്പം മണ്ണങ്ങോട്ട് വീഴുക, അങ്ങനത്തെയൊക്കെ കുറച്ച് പ്രോബ്ലംസ് ഉണ്ടായിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മളിപ്പോൾ റാമ്പ് ചെയ്തപ്പം റോഡിലോട്ട് ഓൾറെഡി കുറച്ച് ഹൈറ്റുള്ള സ്ഥലമാണ്. പിന്നെ നമ്മൾ ഫൗണ്ടേഷന് വേണ്ടി പിറ്റൊക്കെ എടുക്കുമ്പോഴും കുറേ റോക്ക് പോലുള്ള ഇച്ചിരി പാടായിരുന്നു ഇപ്പോൾ എക്സ്കവേഷനൊക്കെ.
അപ്പം റോഡ് ഇന്ന് കുറച്ച് ഉയർന്നു പോയി സ്ഥലം. അപ്പം അതിൻ്റെ റാമ്പൊക്കെ ചെയ്യുമ്പോൾ തന്നെ ചുറ്റും ഒക്കെ ഉള്ള അങ്ങനത്തെ കുറച്ച് പ്രോബ്ലംസ് ഒക്കെ ഉണ്ടായിട്ടുണ്ട്. വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ടാണ് ഈ ഒരു ഫുൾ വീടിൻ്റെ കൺസ്ട്രക്ഷൻ ചെയ്ത് തീർത്തിരിക്കുന്നത്. അപ്പോൾ അതിന് എന്തൊക്കെ ആസ്പെക്ട്സ് ആണ് ഫോക്കസ് ചെയ്തത്? ക്ലയൻറ്റ് ആദ്യം തന്നെ നമ്മൾ 2 രീതിയിൽ നമുക്ക് ചെയ്യാൻ പറ്റും. ഒന്ന്, നമുക്ക് അവരുടെ അടുത്ത് എത്ര ബഡ്ജറ്റ് ഉണ്ടോ അതനുസരിച്ച് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ ഒന്ന്, നമ്മൾ ഡിസൈൻ ചെയ്തതിന് ശേഷം ഇത്രയാകുമെന്ന് പറയാൻ പറ്റും. ഇപ്പോൾ അവരുടെ അടുത്ത് ചോദിച്ചപ്പോൾ അവർക്ക് ഇത്രയാണ് ബഡ്ജറ്റ് നമ്മുടെ കയ്യിലുള്ളത്, അതിനെന്ത് ചെയ്യാൻ പറ്റുമെന്നാണ് നമ്മളോട് ആദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നത്. പിന്നെ അവർക്ക് കുറച്ചുകൂടെ സിമ്പിൾ ആയിട്ടുള്ള ഡിസൈൻസ് വേണ്ട, കുറച്ചുകൂടെ കാണുമ്പോൾ കുറച്ചുകൂടെ ഡിഫറെൻ്റ് ആയിട്ട് തോന്നണമെന്ന് പറഞ്ഞു. അവർക്ക് തീരെ സിമ്പിൾ ആക്കണ്ട എന്നുള്ള കൺസെപ്റ്റ് ഉള്ളവരായിരുന്നു. അപ്പോൾ അവർക്ക് ഉള്ള ബഡ്ജറ്റിലാണ് നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് മെറ്റീരിയൽസൊക്കെ അത്യാവശ്യം ഹൈ എൻഡിലുള്ളതല്ല യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്, കുറച്ച് എന്നാൽ തീരെ ലോക്കലുമല്ല, ആ ഒരു മീഡിയം ലെവലിലുള്ള സാധനങ്ങളാണ് നമ്മൾ കൂടുതൽ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത്. പിന്നെ ആദ്യം തന്നെ പ്ലാൻ ചെയ്തതുകൊണ്ട് ഒരുപാട് കോസ്റ്റ് നമുക്ക് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. നമ്മൾ ആദ്യം തന്നെ അതിനെ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, ഇൻറ്റീരിയറിൽ ഇതൊക്കെ ആയിരിക്കും വരിക എന്നുള്ളത്. അതുകൊണ്ട് ഇലക്ട്രിക്കൽ പോയിൻറ്റ്സ് ഒന്നും നമുക്ക് രണ്ടാമത് വീണ്ടും എക്സ്ട്രാ ചെയ്യേണ്ടി വന്നിട്ടില്ല. ആദ്യം തന്നെ എവിടെയൊക്കെ ആയിരിക്കും പോയിൻ്റ് വരിക, അല്ലെങ്കിൽ ഈ TV യൂണിറ്റൊക്കെ തന്നെ ചെയ്യുമ്പോൾ ഇവിടെയാണ് നമ്മൾ അത് ചെയ്യാമെന്ന് പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ കുറേ കാര്യങ്ങളിൽ അങ്ങനെ നേരത്തെ പ്ലാൻ ചെയ്തുകൊണ്ട് കോസ്റ്റ് കുറയ്ക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നു. ഈ വീടിൻ്റെ ഇൻറ്റീരിയർ ഡിസൈനിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ട്. അതായത് ബഡ്ജറ്റ് ഫ്രണ്ട്ലിയുമാണ്, എന്നാൽ അതേ സമയത്ത് ലക്ഷൂറിയസുമാണ്. അപ്പോൾ ഇത് ഇംപ്ലിമെൻറ്റ് ചെയ്യാനായിട്ട് എന്തൊക്കെ മെഷേഴ്സാണ് എടുത്തത്? ആക്ച്വലി കയറി വരുമ്പോഴത്തേക്ക് ലിവിങ്ങിൽ തന്നെയാണ് നമ്മൾ കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടുണ്ടായിരുന്നത്. റൂംസിലൊന്നും നമ്മളങ്ങനെ വലുതായിട്ട് കൂടുതൽ കോസ്റ്റ് നമ്മൾ ഇടാൻ താല്പര്യമില്ലായിരുന്നു, അവർക്കും താല്പര്യമില്ലായിരുന്നു. അപ്പോൾ നമ്മളങ്ങനെ കൂടുതൽ നമ്മൾ ലിവിങ് റൂമിൽ തന്നെയാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. അതിലവർക്ക് മെയിൻ കൺസ്ട്രെയിനായിട്ട് നമ്മൾ അവരുടെ ഒരു സജഷനായിട്ട് പറഞ്ഞത് അവർക്കൊരു ഫിഷ് ടാങ്ക് വേണമെന്നുണ്ടായിരുന്നു. അപ്പോൾ പക്ഷേ അത് വെക്കാൻ ആക്ച്വലി സ്പേസ് ഭയങ്കര കുറവായിരുന്നു ഇവിടെ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ ഇവിടെ ഒരു കിച്ചണും ഡൈനിങ്ങിൻ്റെ ഇടയ്ക്കുള്ളൊരു സ്പേസിൽ അതിന് കണക്കാക്കിയാണ് നമ്മൾ ആ കൗണ്ടർ ടോപ്പ് ഡിസൈൻ ചെയ്തത്. പിന്നെ TV വെക്കുമ്പോഴും അവർക്ക് ഡൈനിങ്ങിലും യൂസ് ചെയ്യാൻ പറ്റണം, ലിവിങ്ങിലും യൂസ് ചെയ്യാൻ പറ്റണം എന്നുണ്ടായിരുന്നു. അപ്പോൾ അത് വെക്കാനും വേറൊരു സ്പേസ് നമുക്ക് കണ്ടെത്താൻ പറ്റില്ല. അതുകൊണ്ട് ഇത് റൊട്ടേറ്റിംഗ് TV യൂണിറ്റ് നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെയാണ് ഓരോ സാധനങ്ങളും നമ്മൾ ഡിസൈൻ ചെയ്ത് അങ്ങനെയായിരുന്നു. ഇപ്പോൾ ടേബിൾ എടുത്താലും ആ ഒരു സ്പേസ് അവിടെ വാഷ് ബേസിൻ ഉള്ളതുകൊണ്ട് നടന്നു പോകാൻ സ്പേസ് കുറവാണ്. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ലീഫ് ഷേപ്പ് എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നടന്നു പോകാൻ ആ കേർവ്സ് കുറച്ചുകൂടെ നമുക്ക് സ്പേസ് കൂടുതൽ തരുമായിരുന്നു. അപ്പോൾ സ്പേസും കോസ്റ്റും കൂടെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഡിസൈൻ പ്ലാൻ ചെയ്തിട്ടുണ്ടായിരുന്നത്. വളരെ ബ്യൂട്ടിഫുള്ളി ഡിസൈൻഡ് ആയിട്ടുള്ളൊരു വീട് തന്നെയാണ് ഹയ. ഞാൻ ബാക്കി റൂംസും കൂടെ ജസ്റ്റ് ഒന്ന് കാണട്ടെ. താങ്ക് യു സോ മച്ച്. ലിവിങ് സ്പേസിനോട് അടുത്തായിട്ടാണ് മുകളിലെ ഫ്ലോർ ആക്സസ് ചെയ്യാനായിട്ടുള്ള സ്റ്റെയർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഗ്ലാസ് ഹാൻഡ് റെയിലാണ് ഈ ഒരു സ്പേസിൽ കൊടുത്തിട്ടുള്ളത്. ഇനി നമുക്ക് മുകളിലെ കാഴ്ചകൾ കാണാൻ പോകാം. സ്റ്റെയർ കയറി വരുമ്പോൾ നമ്മൾ എത്തി നിൽക്കുന്നത് ഫസ്റ്റ് ഫ്ലോറിലെ ഈ ഒരു പാസേജ് ഏരിയയിലാണ്. ഒരു സാധാരണ കോറിഡോർ സ്പേസ് എന്നുള്ള ഒരു ഫീല് കൊണ്ടുവരാതിരിക്കാൻ ഇവിടെ ഒരുപാട് എലിമെൻറ്റ്സ് കൊടുത്തിട്ടുണ്ട്. ഒന്നെന്ന് പറയുന്നത് ഫോൾ സീലിംഗ് ഡിസൈൻ തന്നെയാണ്. വുഡൻ പാറ്റേൺസ് വരുന്ന രീതിയിൽ ക്യൂബ്സും അതുപോലെ തന്നെ ലീനിയർ എലിമെൻറ്റ്സുമായിട്ടാണ് ആ ഒരു ഫോൾ സീലിംഗ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ യൂട്ടിലിറ്റിക്ക് ഇമ്പോർട്ടൻസ് കൊടുത്തിട്ട് ഇവിടെ ഒരു ഫോൾഡബിൾ ടേബിളും അതുപോലെ തന്നെ ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ളൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സീറ്റിംഗ് സ്പേസും ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഫ്ലോറിങ്ങിലും ഇതുപോലെ തന്നെ പാറ്റേൺസ് കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട്. അതായത് വൈറ്റ് മാർബിളിൻ്റെ പാറ്റേൺസും അതുപോലെ തന്നെ വുഡിൻ്റെ ടെക്സ്ചറിൻ്റെ ഒരു കോമ്പിനേഷൻ വരുന്ന രീതിയിലാണ് ഈ ഒരു പാസേജിൻ്റെ ഫ്ലോറിങ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു മെയിൻ പാസേജിൽ നിന്ന് തന്നെയാണ് ഈ 2 റൂംസിലേക്കുള്ള ആക്സസും കൊടുത്തിട്ടുള്ളത്. മുകളിലെ ഫ്ലോറിലെ കിഡ്സ് റൂമാണിത്. ഇവിടെയും വളരെ എഫിഷ്യൻറ്റ് ആൻഡ് കോമ്പാക്റ്റ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ് സ്പേസും അതുപോലെ ഒരു ഡ്രസ് ആൻഡ് വാർഡ്രോബ് സ്പേസാണ് മെയിനായിട്ട് ഈ ഒരു ബെഡ്റൂം സ്പേസിൽ കൊടുത്തിട്ടുള്ളത്. ബെഡിൻ്റെ ബാക്ക്ഗ്രൗണ്ടിൽ ഹൈലൈറ്റ് ചെയ്യാനായിട്ട് ഡാർക്കർ വുഡൻ ടോൺസ് വരുന്ന പാനലിങ്ങും അതുപോലെ ഒരു പേർപ്പിൾ ഷെയ്ഡ് വരുന്ന ഒരു ടെക്സ്ചർ പെയിൻറ്റ് ഫിനിഷുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്.
ബെഡ്റൂമിനോട് ചേർന്ന് നിൽക്കുന്ന ബാൽക്കണി സ്പേസ് ആണിത്. ഇവിടെ നിന്ന് പുറത്തേക്കുള്ള ഗ്രീനറിയിലേക്ക് ഒരു നല്ല വ്യൂ ആണുള്ളത്. ഇവിടെയും ചെറുതായിട്ട് മിനിമലായിട്ട് പെയിൻറ്റിൽ കുറച്ച് ഡിസൈൻസ് ഒക്കെ ചെയ്തിട്ടുണ്ട് ഈ ഒരു സ്പേസ് ബ്യൂട്ടിഫൈ ചെയ്യാനായിട്ട്. ഫ്ലോറിങ്ങിനായിട്ട് വുഡൻ പാറ്റേൺസ് വരുന്ന ടൈൽസ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഫസ്റ്റ് ഫ്ലോറിലെ സെക്കൻഡ് ബെഡ്റൂമിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. ഇവിടെയും വളരെ എഫിഷ്യൻറ്റ് ആൻഡ് കോമ്പാക്റ്റ് ആയിട്ടാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. ഒരു ബെഡ് സ്പേസും അതുപോലെ സ്റ്റോറേജിന് വാർഡ്രോബുമാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. വാർഡ്രോബിൻ്റെ ഡിസൈൻ നോക്കുകയാണെങ്കിൽ ഒരു ലൈറ്റ് കളർ വുഡും അതുപോലെ ഡാർക്ക് കളർ വുഡിൻ്റെ ഷെയ്ഡിൻ്റെ ഒരു കോമ്പിനേഷനാണ് ഇവിടുത്തെ ഈ വാർഡ്രോബ് ഡിസൈന് യൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ ഈ വാർഡ്രോബിൻ്റെ കൂടെ തന്നെ ഒരു സ്റ്റഡി സ്പേസും ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. മനോഹരമായ ഹയ എന്ന ഈ വീടിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിശ്വസിക്കുന്നു. മറ്റൊരു വീടിൻ്റെ ഡിസൈനിങ്ങുമായി വീണ്ടും കാണാം. നമസ്തേ.